ദാ അപ്പുറത്ത് കാണുന്ന നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ചോദിക്കുകയാണ് ഞാൻ ഷായിന്റെ അടുത്ത്. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് പന്നി ഐലൻഡ്, തായ്ലൻഡിലെ ഫാങ് പ്രൊവിൻസിലെ ഒരു ഫ്ലോട്ടിംഗ് മുസ്ലിം വില്ലേജ് ആണ് ഖോ പന്നി. ഇവിടുത്തെ തായ് സീ ഫുഡ് റെസ്റ്റോറന്റ് ആണ് പന്നി മുറ്റീറ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡ് ആയിരുന്നു കേട്ടോ, ഇവിടെ പറയാതിരിക്കാൻ വയ്യ. ഇവിടെ കുറെ ഒറിജിനൽ പോൾ ഓർണമെന്റ്സും ക്രാഫ്റ്റ് ഐറ്റംസും എല്ലാം ഉണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇനി നേരെ തിരിച്ച് ബോട്ടിലോട്ട്, ചെറിയൊരു മഴയും കിട്ടി. ഇനി അടുത്ത ഐലൻഡിലോട്ട്. ഇത് ജെയിംസ് ബോണ്ട് ഐലൻഡ്. ഇവിടെ നിന്ന് കുറെ ഷോഫൊക്കെ കാണിച്ച് കുറെ വീഡിയോസ് എല്ലാം എടുത്തു. എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. ബീച്ചും കുറെ കേസും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. ഇവിടുത്തെ ഐസ്ക്രീം കേവ്. പേരേ ഉള്ളൂ, അതിന്റെ അകത്ത് ഐസ്ക്രീം ഒന്നും ഇല്ല. അതിന്റെ അകത്തേക്ക് കയറി കുറെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ എടുത്തു. ഈ കേവ് ആദ്യം കടലിനടിയിലായിരുന്നു അത്ര. അടുത്തതായിട്ടൊരു കേവ് ഹണ്ടിങ് ആണ്. കടലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗുഹ. ഫ്ലാഷ് ലൈറ്റും അടിച്ചാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് കുറച്ച് അധികം ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ക്ലോസ്ഡ് സ്പേസസ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ക്ലോസ്ട്രോഫോബിക് ആണ് ഞാൻ. എന്തെങ്കിലും ബാഡ് ലക്ക് കൊണ്ട് ഇനിയിപ്പോ ഇവിടെ വെള്ളം കയറി വരുമോ, ഇവിടെ സ്റ്റക്ക് ആവോ എന്നുള്ള തോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തത്തിൽ കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. അതാ മഡ് സ്കിപ്പേഴ്സിനെ കണ്ടോ, ഇതിന് ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് കാണുന്നത്. ഒരു ക്രാബ് പോകുന്നത് കണ്ടോ. അങ്ങനെ ഇങ്ങനെ കുറെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇനി നേരെ തിരിച്ച് ബോട്ടിലേക്ക്. അടുത്തത് മങ്കി ഐലൻഡ് ആണ്. ഇവിടെ പിന്നെ ഇറങ്ങിയതൊന്നുമില്ല. ഇതോടുകൂടി നമ്മളുടെ ഐലൻഡ് ടൂർസ് കഴിഞ്ഞു കേട്ടോ. ഇനി നേരെ റൂമിലോട്ട് പോവാണ്. ഫുക്കറ്റിൽ നമ്മളിപ്പോ ടോട്ടൽ 2 days ആയി നിൽക്കുന്നു. ഫസ്റ്റ് ഡേ ഫിഫി ഐലൻഡ് ടൂറും സെക്കൻഡ് ഡേ ജെയിംസ് ബോണ്ട് ഐലൻഡ് ടൂറും കഴിഞ്ഞു. പിന്നത്തോടെ ഇതിലെത്തി ഫ്രഷ് ആയി നമ്മൾ ഇതാ നേരെ ഫുക്കറ്റ് എയർപോർട്ടിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ബാങ്കോക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടുന്ന് കാറിൽ പട്ടായ പോകും. പട്ടായയിലുള്ള സ്റ്റേ നമ്മളിതാ ഇപ്പൊ കാറിൽ ഇരുന്ന് ബുക്ക് ചെയ്യായിരുന്നു. ഫുക്കറ്റിന് നേരെ പട്ടായയിൽ പോയി ഇറങ്ങാന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് റേറ്റ്സ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ ബാങ്കോക്കിലേക്ക് എടുത്തു. സബ്വേന്ന് ഒരു സാൻഡ്വിച്ചും കഴിച്ച് നമ്മൾ നേരെ ഫ്ലൈറ്റ് കയറി. ജസ്റ്റ് 1 hour ഉള്ളൂ. ഇത് നമ്മൾ സെയിം വേ ബസ്സിലൊക്കെയാ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 10 hours യാത്ര ഉണ്ട്. അങ്ങനത്തെ ടാക്സി എടുത്ത് നമ്മൾ നേരെ ഇപ്പം പട്ടായയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഇനി ആകെ ഒരൊറ്റ ഗോളേ ഉള്ളൂ, നന്നായിട്ടൊന്ന് ഉറങ്ങണം. റൂം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ലൊരു കോസി ഫീലിംഗ് ആയിരുന്നു. റൂമിന്റെ വ്യൂവും പിന്നെ ഇവിടുന്ന് ബാൽക്കണി എന്നുള്ള പുറത്തെ പൂൾ വ്യൂവും എല്ലാം ഞാൻ നാളത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ടോട്ടൽ 6 days ഉണ്ടായിരുന്ന നമ്മളുടെ ഒരു തായ്ലൻഡ് ടൂറിന്റെ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസ് ആൻഡ് ഷോർട്സ് ചേർത്തിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ചാനലിൽ തായ്ലൻഡ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ടാവും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.